എല്ലാവരും എത്തിയില്ലേ? ഇനി അപ്പനെ സ്വർഗത്തിൽ നിന്ന് പള്ളിയിലേക്ക് എടുത്ത് പ്രാർത്ഥന നടത്തി അടക്കണം. അതിനിനിയും വൈകരുത്. സാധാരണ അടക്കി കഴിഞ്ഞാലാ എല്ലാവരും സ്വർഗത്തിലെത്തുന്നത്. ഇത് സ്വർഗത്തിന്റെ അടുത്ത് അപ്പനെ അടക്കേണ്ട ഗതികേട് അപ്പം തന്നെ വരുത്തിവെച്ചു. സ്വർഗം എന്ന് പറഞ്ഞത് അപ്പനാ കണ്ണാടി കൂടി വെച്ച കെട്ടിടത്തിനിട്ട പേരാ. മക്കൾ വരുന്നവരെ കുറച്ചു നേരം സ്വർഗത്തിൽ കിടക്കാമെന്ന് അപ്പൻ വിചാരിച്ചു കാണും. എന്താ, പള്ളിയിൽ അച്ഛനായിട്ടല്ല ഞാനോട് സംസാരിക്കുന്നത്. കിളച്ചു നോക്കിയാൽ നിന്റെ അപ്പന്റെ രക്തം തന്നെ എൻ്റെ ഉള്ളിൽ ഓടുന്നത്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അപ്പനോട് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സ്നേഹമോ വിശ്വാസമോ ഇല്ല. അപ്പനോടൊപ്പം ജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ അമേരിക്കയ്ക്ക് പോയത്. പോകുന്നതിന് മുമ്പ് കുമ്പസാരക്കൂട്ടിലിരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അച്ഛനത് മറന്നോ? കുമ്പസാരക്കൂട്ടിലിരുന്ന് കരഞ്ഞത്? കുമ്പസാര രസം നീ എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? റോസമ്മ നിൽക്കുന്നു. അപ്പൻ എല്ലാവരും അപ്പനെ ചൊൽപ്പടിക്ക് നിൽക്കണം. അതേ നിൽക്കാത്തവൻ തനിപ്പേഴ. അപ്പം പോയില്ലേ, ഇനി എന്നാത്തിനാ അതൊക്കെ പറയുന്നേ? പോയെന്ന് വെച്ച് ചെയ്തതില്ലാതാവോ? ഏട്ടൻ പറയട്ടെ. അത് നേരാ. മക്കൾ അപ്പനെ പഴി പറയുമ്പോ വന്നു കയറിയവർക്ക് കേൾക്കാൻ നല്ല സുഖം. ഞാൻ അപ്പനോട് പൊരുത്തപ്പെടാൻ ഒരുക്കാം. എനിക്കിനി ജർമ്മനിക്ക് പോണൊന്നും ഇല്ല. അപ്പൻ ആവശ്യത്തിലധികം സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ, അത് നോക്കി ഞാനും വർക്കിച്ചനും ഇവിടെ കഴിഞ്ഞോളാം. അയ്യടാ, അവളുടെ ഒരു സഹായേ. അപ്പ മാത്രല്ല, നീയും ആവശ്യത്തിലധികം സമ്പാദിച്ചു കൂട്ടിയിട്ടില്ലേ? ഇവളുടെ മനസ്സിലിരിപ്പ് വേറെയാ. ഇവൾക്ക് ഇനി വർക്കിച്ചനും കൂടി ജർമ്മനിക്ക് പോകാൻ പറ്റുമോ? അവിടെയും തരികട കാണിച്ചിട്ട് ജയിലിൽ ദൂരെ വന്നതല്ലേ, തിരിച്ചു പോയാൽ വീണ്ടും കൊടുക്കും. നിന്നെ സ്ത്രീധനം തന്ന അപ്പച്ചൻ കെട്ടിച്ചു വിട്ടതാ. അത് പണ്ട്. എന്നെ കെട്ടിച്ചു വിട്ട ശേഷം അപ്പ വാരിക്കോരി ഉണ്ടാക്കി. കെട്ടിക്കുന്നേരം ഉണ്ടാക്കിയതിൽ എനിക്ക് ഒരു ഷെയറും വേണ്ട. പക്ഷെ അതിനുശേഷം അപ്പൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എനിക്ക് കിട്ടണം. അപ്പൻ ചത്തൂന്ന് വെച്ച് അങ്ങനെ എല്ലാരും കൂടി ഒറ്റയ്ക്ക് നക്കണ്ട. ഒന്ന് നിർത്തുന്നുണ്ടോ? പടവെട്ടാനല്ല നിങ്ങൾ വരുന്നവർ ഔദേ അടക്കം ചെയ്യാതെ കാത്തിരുന്നത്. അപ്പനെ കാണാൻ മക്കൾക്ക് ആഗ്രഹം ഉണ്ടാവല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അത് തെറ്റായി എന്ന് എനിക്കിപ്പം മനസ്സിലായി. ഈ പരിപാടി വേണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. നിങ്ങളെല്ലാവരും അപ്പനെ കാണണമെന്നുള്ളത് ആ കൃഷ്ണനുണ്ടിയുടെ ആഗ്രഹമാണ്. 16 വർഷമായി നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് അപ്പനെ നോക്കുന്ന അവനാ. സ്ഥാനമല്ലേ ഉള്ളൂ. അപ്പം കൊടുത്ത സ്ഥാനം മക്കൾക്ക് പിരിച്ചുവിടാം. ഇനി എന്തിനാ അവനിവിടെ പറഞ്ഞു വിടന്തപ്പാ? ഈ കാണുന്ന മണ്ണും ബംഗ്ലാവും കെട്ടിപ്പിടിച്ചോണ്ട് ഞങ്ങൾ ആരും ഇവിടെ നിൽക്കാൻ പോണില്ല. കിട്ടുന്ന കാശിനെ വിറ്റ് കിട്ടുന്ന ഫ്ലൈറ്റിൽ എത്രയും നേരത്തെ സ്ഥലം വിടണം. ആ നായ വിളിക്കണം. ഏത് നായ? അപ്പന്റെ അൾസേഷനെ. അവൻ അപ്പനേക്കാൾ വിഷാം. ഒരു ചെകുത്താൻ പറഞ്ഞു വരുന്നുണ്ട്. ഇനി എന്ത് കുരിശുമായിട്ടാണാവോ? നോക്ക, അന്തപ്പം വിളിക്കണം. സകല താക്കോലെടുത്തോണ്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുക. ഇന്നത്തോടെ നിന്റെ ഭരണം പെട്ടിയിലാക്കി പൂട്ടാൻ പോകുക. എടാ, കളി എന്നോടാ. കാക്കത്തള്ളയും നീയും ഇപ്പൊ കിടക്കണ പറമ്പ് ത്രേസ്യയുടെ പേരിൽ അന്തപ്പൻ ഇന്ന് എഴുതി വെക്കും. മറ്റന്നാൾ ഞങ്ങൾ ആ വീടിന് തീ വെക്കും. അതിനു മുമ്പ് ഇറങ്ങി തന്ന രാത്രി നേരത്ത് ഗുണ്ടകളെ പറഞ്ഞുവിടാനുള്ള ചെലവ് എനിക്ക് ലാഭിക്കാം. പൊന്നെ മോളെന്ന് സഹകരിക്കണം. തീ കൊടുക്കേ എന്റെ മുത്തശ്ശി. കത്തിക്കും. പിന്നൊരു കാര്യം, പിടിക്കാൻ പറ്റുന്ന കാല് നോക്കി പിടിച്ച് മാപ്പ് പറഞ്ഞ എന്തെങ്കിലും നക്കാപ്പിച്ച വാങ്ങിച്ച് രണ്ടുപേർക്കും പോകാം. അതിന് പറ്റിയ കാലിപ്പോ ബംഗ്ലാവിലെ എന്റെയാ. ഇല്ലേലേ അതും ഉണ്ടാകില്ലടാ കഴിവരടാ മോനെ. എന്താ പറഞ്ഞേ? കഴിവരടാ മോനെ എന്ന്.